1/6/2025 വീഡിയോ. നാട്ടിൽ പോണ കാലത്താലെ വല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അപകടം പിടിച്ച പണികളൊക്കെ വേഗം ഒഴിവാക്കി കൊടുക്കണം. അത് പേടിച്ചിട്ട് പണിയെടുക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ തെങ്ങ് കയറൂല. അതാണ് വേർപ്പതൊക്കെ. 2-3 തെങ്ങ് കയറി, 2 തെങ്ങേറ്റ 2 കയറി നിറവ്. ഉറുമ്പൊന്നും കടിച്ചിട്ടില്ല. അതിനെ അള്ളാനെ സ്തുതിക്കുക. 2 തെങ്ങിൻ്റെ നമ്മൾ ഒരു ഉറുമ്പുണ്ടായില്ല. പക്ഷേ കാല് വേദനിച്ചിട്ട് ട്യൂബ് ഇടുകയാണ്. കണ്ടില്ല കാലിൻ്റെ അടിയും മുകളിലൊക്കെ ഉണ്ട് വേദനിക്കുക. സുഖമുള്ള ഭയങ്കര രസമുള്ള പണിയാണെന്നറിയാം. എന്തായാലും വെക്കട്ടെ. ഒരു 4 വീഡിയോ എടുത്ത് വിടണം. എന്നൊരു മനസ്സിനൊരു സന്തോഷമാണ്. അത് വിടാതിരുന്ന എന്തോ ഒരു കടബാധ്യത ശരീരത്തിൽ വന്ന് കൂടിയ പോലെ. 4 വിട്ട് കഴിഞ്ഞാണ്ടല്ലോ തലമുന്ന് എന്തോ പോയ പോലെയാണ്. അത് അങ്ങനെ വിടൂല. ഇങ്ങനെ ഹാർഡ് വർക്ക് പണിയെടുക്കുന്ന സമയത്ത് വേദന സഹിക്കുമ്പോൾ അപ്പോൾ മൊബൈലുണ്ടാവും ഇരുത്ത്. അപ്പോൾ വിട്ട് വിടും. കാരണം ഒരു അപകടം വരുമ്പോഴല്ലേ നമുക്ക് പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. ഓരോ വർഷത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവണേ, ദുരിതത്തിൽ പെടുന്നേ, അവസാനം നമ്മളെ വീടും പേരും കൂടിയൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ കര കയറാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മളെ ജീവന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കൾ അതാ വെള്ളത്തിൽ മുങ്ങണേ, അതിൻ്റെ ഇടയിൽ നമുക്ക് രക്ഷിക്കണം, നമുക്കും രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. ഇതൊക്കെ ഇങ്ങോട്ട് പെടുന്ന സമയത്ത് പടച്ചുകൊണ്ട് അടുക്കണാണ്. എന്ത് രസം നേരം റബ്ബിനോട് അടുക്കണത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റബ്ബുമില്ല, പടച്ചോനുമില്ല, നബിയില്ല, റസൂലുമില്ല, ആരുമില്ല. ലോകത്തിൽ ജീവിക്കണ ആരുമില്ല. കാരണം അപകടം വരുന്ന സമയത്ത് റബ്ബിനെ അങ്ങോട്ട് വിളിക്കും. ഈ വിളി എന്നും വിളിച്ചോ കാണി. അതെന്താ വിളിക്കാത്തത്? ഒരു അപകടം വരുമ്പോഴല്ലേ നമുക്ക് റബ്ബിനെ കാണാൻ പറ്റുള്ളൂ. ആ കാളിൽ ദിവസം ചെയ്തോ കാണി. അപ്പം നമുക്ക് തോന്നും റബ്ബ് നമ്മളെ ഹൃദയത്തിലേക്ക് കിടക്കുന്നുണ്ടെന്ന്, റസൂല് കിടക്കുന്നുണ്ടെന്ന്. മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ ഹൃദയത്തിൽ കിടക്കും. നമ്മൾ എവിടെയും പോകണ്ട. നമ്മൾ എവിടെയും പോയിട്ട് സിയാറത്ത് ചെയ്യണം. പൈസ ഉള്ളവരൊക്കെ ഒരു പണിയില്ലെങ്കിൽ പോയി ചെയ്തോളൂ. അല്ലാത്തവനെ ഒന്നും അവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എവിടുന്ന് വിളിച്ച വിളി കേൾക്കും. ഏത് തങ്ങൾ പാപ്പാ നിങ്ങൾ വിളിച്ചോളി. റബ്ബാണ് സത്യം. ഞാൻ ഈ തെങ്ങ് കയറണ ഒരു വിനീതനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട്. ഖുർആന് പോലും പാരായണം ചെയ്യാത്ത ഒരാളാണ്. നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ പഠിക്കാത്തവന് എന്തെങ്കിലും പറഞ്ഞാൽ അതും കൂടിയാണ് ഏറ്റെടുത്തോളി. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ നബിനെ വിളിച്ചോക്കാണ്, അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ചോക്കാണ്. വരും 100% എഴുതി ഒപ്പിട്ടുതരാം ഞാൻ. അള്ളാഹിനെയും വിളിച്ചോളി, റസൂലിനെയും വിളിച്ചോളി. മരണപ്പെട്ടു പോയ നല്ല ഔലിയാക്കന്മാരുണ്ടല്ലോ, അവരും വിളിച്ചോളി. ഉമ്മാനെയും വിളിച്ചോളി, വാപ്പാനെയും വിളിച്ചോളി, അവരും വരും. ഇപ്പം ഉമ്മ ജീവനോടെ ഹയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് വിളിച്ചാലും, ഏത് ദുബായിൽ പോയി നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് വിളിച്ചാലും ഉമ്മ നിങ്ങളുടെ ഹൃദയത്തേക്ക് വരുമോ? ആ ഉമ്മ പോലും അറിയില്ല എൻ്റെ ആത്മാവ് ആ മകൻ്റെ ഹൃദയത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് മകൻ തിരിച്ച് വിളിക്കണത് ഉമ്മാക്ക്. അപ്പോഴാണ് ഉമ്മ പറയണത്, മോനെ നിന്നെപ്പറ്റി ഇപ്പം ഉണ്ട് ആലോചിച്ചിട്ടുള്ളൂ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ നിന്നെ ഞാൻ ആലോചിച്ചിട മുത്തേൻ. അപ്പോഴാണ് ഉമ്മയുടെ കുട്ടി ഉമ്മാക്ക് ഫോൺ വിളിക്കുന്നത്. അപ്പോഴാണ് ഉമ്മ മകൻ വിളിക്കണത്. അപ്പോഴാണ് ഉമ്മ പറയുന്നത് നിനക്ക് 100 ആയുസ്സാണ്. കാരണം എന്താണ്? ഉമ്മ എന്തോ പണിയുടെ തിരക്കിൽ എൻ്റെ പൊന്നുമോനെ വല്ലാതെ ചിന്തിച്ചു പോയി. ആ ചിന്ത ഹൃദയത്തിൻ്റെ ആത്മാവ് ഫോണിനെക്കാട്ടും വേഗതയാണ്. ആ ഹൃദയത്തിൻ്റെ ആത്മാവും മകൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്താണ് മകൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട് ഇവിടുന്ന് പാസ് ചെയ്ത് തലച്ചോറിലേക്ക് ചിന്ത കൊടുത്തും കൊണ്ട് ചിന്തിക്കുകയാണ്, ഞാൻ കുറേ ദിവസമായി എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഞാൻ ഒന്ന് ഉമ്മാക്ക് വിളിക്കട്ടെ. അങ്ങനെയാണ് ഉമ്മ മകനിക്ക് വിളിക്കുന്നത്, മകൻ ഉമ്മാക്ക് വിളിക്കണത്. അപ്പോഴാണ് ഉമ്മ പറയുന്നത് നിനക്ക് 100 ആയുസ്സാണ്, നീ ഇപ്പോഴൊന്നും മരിക്കൂല. മനസ്സിലാക്കണം, ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. മരണപ്പെട്ടു പോയ ഓരോ ആത്മാക്കളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ ഈ ഭൂമിയോട് വിട പറഞ്ഞാൽ അവരൊക്കെ എവിടെയെന്നുള്ളത് നിങ്ങളൊന്ന് കാണും, നിങ്ങളൊന്ന് കണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലും ഈ നല്ല ലോകത്ത് ഇത്രയും നല്ല അറിവുകൾ നേടിയിട്ട് നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയത് ആറടി മണ്ണി കിടക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി? ഇത്രയും നല്ല അറിവുകളും നല്ല ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനി ഏത് മനുഷ്യനും നല്ല അറിവുകളും നല്ല കാര്യങ്ങൾ ലോകത്ത് ചെയ്തിട്ട് അവർ മണ്ണിൻ്റെ 6 അടി വള്ളിക്കാട്ടി പോയി കിടക്കാനാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവരോട് വിളിച്ചോക്കാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തേക്ക് കടന്നു വരും. കാരണം മനുഷ്യൻ്റെ ശരീരത്തിന് ആയുസില്ല, മനുഷ്യന് ചണ്ടിയായി മാറും. പക്ഷേ നമ്മളുടെ ഹൃദയം അത് ലോകത്തിങ്ങനെ പാറി നടക്കും. അത് കാണണമെന്നുണ്ടെങ്കിൽ റബ്ബിനോട് അടുത്തുമുട്ടണം. റബ്ബിനോട് അടുത്തോക്കാണെങ്കിൽ നിങ്ങളെ മാനസികമായ എല്ലാ വിഷമങ്ങളും അള്ളാഹ് തീർത്ത് തരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നുമില്ലാതെ വന്ന ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു മഹാനാണ്.
റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ അടുത്തേക്ക് ഏത് മഹാനാണ് മലക്കാണ് കടന്നു വന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. പണിയെടുക്കുമ്പോഴേ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തെങ്ങിൻ്റെ മുകളിൽ ഒരാളില്ല സംസാരിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാ ഇപ്പോൾ അവർ ഇജ്ജ് ബേജാറാവണ്ട, ഇജ്ജ് പണിയെടുത്തു വെച്ചാൽ ആരൻ്റെ മുതൽ കക്കൊന്നും വേണ്ട, തോണ പറഞ്ഞ് നടക്കണ്ട, കാരണം ഞാൻ തച്ചു കൊല്ലും. റബ്ബ് പറയാണ്, നിൻ്റെ പിന്നിൽ ആരാണ്, നിൻ്റെ ശരീരത്തിൽ ആരാന്നൊക്കെ ഇജ്ജ് അത് ചിന്തിക്കണ്ട, ഇജ്ജ് മാനുമായിട്ടാണ് നടന്നു, കുരങ്ങനായിട്ട് നടന്നു എന്ന് അറിഞ്ഞിങ്ങനെ. അന്നെ ഞാൻ അങ്ങനെ പടച്ചിക്കണേ. ഇൻഷാ അല്ലാഹ്.